ടാ 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 ടാ. ഇത് ഏത് മ്യൂസിക്കാണ്, ഏത് പടത്തിലെ മ്യൂസിക്കാണെന്നുള്ള അറിയാം. 1995 ഫസ്റ്റത്തെ ബാഡ് ബോയ്സ് ഇറങ്ങുന്നത്. പിന്നെ ഏകദേശം 2000 സംതിങ്ങിലാണ് രണ്ടാമത്തെ ഇറങ്ങുന്നത്. പിന്നെ മൂന്നാമത്തെ സീരീസ് ഇറങ്ങുന്നത് 2020. ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ. മൈക്ക് ആൻഡ് മാർക്കസ് തിരിച്ചു വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോർത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഞാൻ ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടത്. പിന്നെ ബാഡ് ബോയ്സ് ഫ്രാഞ്ചൈസ് എനിക്ക് എല്ലാം ഇഷ്ടമുള്ളത് കൊണ്ട് എന്തായാലും ഞാനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ പടം കണ്ടു. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം സാധാരണഗതിയിൽ ആക്ഷൻ പടങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തു. ഫസ്റ്റ് ബാഡ് ബോയ്സ് 1, ബാഡ് ബോയ്സ് 2 ഒരു രക്ഷയില്ലാത്ത, കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട പടങ്ങളാണ് അത് രണ്ടും. അന്നത്തെ സമയത്തുള്ള ടെക്നോളജി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള പടങ്ങളാണത്. പിന്നെ 2020 ഇറങ്ങിയിരിക്കുന്ന തേർഡ് പാർട്ട് അത് ഇച്ചിരി ഓവറായിരുന്നു. ബേസിക്കലി ഇച്ചിരിയല്ല, കുറച്ച് കൂടുതൽ ഓവറായിരുന്നു. ഒരുപാട് ആക്ഷൻസും ഒരുപാട് VFXും CGIയും എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു. അതുകൊണ്ട് അത് അങ്ങോട്ടങ്ങ് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പടം അത്യാവശ്യം ഈ പറയുന്ന ആക്ഷൻസും പിന്നെ മൈക്ക് ആൻഡ് മാർക്കസിന്റെ, പ്രത്യേകിച്ച് മാർക്കസിന്റെ അത്യാവശ്യം കോമഡീസ് ഒക്കെയുള്ള ഒരു പടം തന്നെയാണ് ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ. എല്ലാവർക്കും അറിയുന്നത് പോലെ വിൽ സ്മിത്തും അതേപോലെ തന്നെ മറ്റേ പുള്ളിയുടെ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ വിൽ സ്മിത്തും ക്യാരക്ടറോട് പോയി കാസ്റ്റ്, വിൽ സ്മിത്തും മാർട്ടിൻ ലോറൻസ്, യെസ്, ഈ രണ്ടുപേരും കൂടിയിട്ട് എല്ലാ സീരീസിലും ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് 2 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് 2-3 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുന്നത് നല്ലതായിരിക്കും. കാരണം ചെറിയൊരു കണക്ഷൻസ് ഒക്കെ, അത്യാവശ്യം ഒരു കണക്ഷൻ ഉള്ള ഒരു പടമാണ് ഈ റൈഡ് ഓർ ഡൈ എന്ന് പറയുന്ന ബാഡ് ബോയ്സിന്റെ ഈ ഒരു സീരീസ്. കോമഡിക്ക് കോമഡി, ആക്ഷന് ആക്ഷൻ എല്ലാമുള്ള അത്യാവശ്യം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, മിസ്സാക്കരുത്. അപ്പം ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 7+7 ഒക്കെ കൊടുക്കാൻ പറ്റും. അതായത് സ്റ്റാർ 10ൽ 7 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. കാണുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. എൻ്റെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ खाने का है, पीने का है, मस्त जीने का है. थैंक्स फ्रॉम पियरो टॉक.